ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു വീട് വയ്ക്കുമ്പം അതിൽ പ്രധാന ഡോർ എവിടെ വരാം, ഓരോ മുറികളുടെയും വാതിലുകൾ എവിടെ വരാം, ഓരോ മുറികൾ ഏതൊക്കെ സ്ഥാനത്ത് വരാം എന്നൊന്ന് നോക്കാം. വടക്ക് ദർശനമായിട്ടുള്ളൊരു വീട് നമ്മൾ വയ്ക്കുകയാണ്. വടക്കാണ് ഇതിൻ്റെ ദർശനം. വടക്ക് ദർശനമായിട്ടുള്ള വീട്, മാസ്റ്റർ ബെഡ്റൂം എവിടെ വരാം. ഇത് മാസ്റ്റർ ബെഡ്റൂം സൗത്ത് വെസ്റ്റ് കന്നിമൂലയിൽ വന്നു. അടുത്തത് ഇതിൻ്റെ ഡോറ് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊത്തം വീടിനും വാസ്തു ഉള്ളതുപോലെ ഈ റൂമിനെയും നമുക്ക് വാസ്തു നോക്കാം. ഈ റൂമിൻ്റെ ഇത്രയും ഭാഗം എടുത്തു. അപ്പം ഇതിൻ്റെ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത്. അപ്പോൾ ഈസ്റ്റും നോർത്തും കൂടെ കൂടി ചേർന്ന് നോർത്ത് ഈസ്റ്റ്. അപ്പം ഇവിടെ നിന്ന് ഡോറ് കൊടുക്കാം, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് ഡോറ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷ് വയ്ക്കുന്ന അലമാര ഇവിടെ കൊടുക്കാം, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കൊടുക്കാം, വടക്കോട്ട് നോക്കി കൊടുക്കാം. കട്ടിൽ നമുക്ക് തെക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിൽ കട്ടിലും ഇട്ട്. ഓക്കെ, അതപ്പോൾ അത്രയും അങ്ങനെയായി. അടുത്ത് നമുക്കൊരു ടോയ്ലറ്റ് പണിയണമെങ്കിൽ എവിടെ പണിയാം. ടോയ്ലറ്റ് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് സൗത്തിൽ കൊടുക്കാം. ഇവിടെ നമ്മളൊരു ടോയ്ലറ്റ് പണിയും. ഇത് കോമൺ ടോയ്ലറ്റും ആക്കാം, ഇതിന് അറ്റാച്ച്ഡ് വേണമെങ്കിലും ആക്കാം. ഓക്കെ, അടുത്തത് കിച്ചൺ എവിടെ കൊടുക്കാം. കിച്ചൺ നമുക്ക് അഗ്നിക്കോണിൽ കൊടുക്കാം. കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം, തെക്ക് വശത്ത് ടോയ്ലറ്റ്, തെക്ക് കിഴക്ക് അഗ്നിക്കോണിൽ കിച്ചൺ. ഇപ്പോൾ കിച്ചണുമായി. കിച്ചൻ്റെ സ്റ്റൗ എവിടെ കൊടുക്കാം. ഇങ്ങനൊരു സ്ലാബ് പണിഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്റ്റൗ കൊടുക്കാം. അപ്പോൾ ഇതെവിടെയായി, മൊത്തം വീടിൻ്റെ തെക്ക് കിഴക്കുമായി, ആ കിച്ചൻ്റെ തെക്ക് കിഴക്കുമായി അവിടെ നമ്മൾ സ്റ്റൗ കൊടുത്തു. ഓക്കെ, സിങ്ക് അവിടെ കൊടുക്കാം. സിങ്ക് നമുക്ക് നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാം. ഇത് രണ്ടും ഈസ്റ്റിലോട്ട് നോക്കി ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അടുത്തത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡോറ് കൊടുക്കാം. അതെവിടെ കൊടുക്കാം. ഈ ഡോറ് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം. അതെന്താ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കൊടുത്തുകൂടായിരുന്നു. അവിടെ കൊടുക്കാം. അവിടെ കൊടുക്കുമ്പോൾ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചണിൻ്റെ കന്നിമൂലയാവും ഇവിടെ. അപ്പം അത് കന്നിമൂലയിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലാവും. അതായത് മൊത്തം വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പകുതിയിൽ നിന്ന് ഇപ്പുറത്തോട്ടാണ്, ഡോറിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥാനമാണ്. പക്ഷേ ഈ റൂമിൻ്റെയും കൂടെ വാസ്തു നോക്കിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമായി, അലമാരയായി, കട്ടിലായി, ടോയ്ലറ്റായി. ടോയ്ലറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോസറ്റ് ഇരിക്കുന്നത് വടക്കോട്ട് നോക്കി ക്ലോസറ്റും വെച്ചു. അടുത്തത് കിച്ചണായി. കിച്ചണിൽ നമ്മൾ സ്റ്റൗ ഇരിക്കുന്നത് എവിടെ, സിങ്ക് ഇരിക്കുന്നത് എവിടെ, കിച്ചണിന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോർ എവിടെ, അതുമായി. ഇനി കിച്ചണിലേക്ക് കയറുന്ന ഡോറ് നമുക്ക് എവിടെ കൊടുക്കാം. കിച്ചണിലേക്ക് കയറുന്ന ഡോറ് നമുക്ക് ഈ ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ അടുക്കളയുടെ വടക്ക് പടിഞ്ഞാറിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് കയറുന്നു. അവിടെ അങ്ങനെയും കൊടുക്കാം. അടുത്തത് ഇതിൻ്റെ പ്രധാന ഡോർ എവിടെ വരാം. അപ്പം വീട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ സിറ്റ് ഔട്ട് വേണമല്ലോ. അപ്പോൾ ആ സിറ്റ് ഔട്ട് നമ്മൾ ഈ പറയുന്ന കണക്ക് നോർത്ത് ഈസ്റ്റിൽ സിറ്റ് ഔട്ട് കൊടുത്തു. ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മൾ മെയിൻ ഡോറും കൊടുത്തു. ഇത് ലിവിങ് റൂമായി. ഒരു ബെഡ്റൂമും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടികൾക്കുള്ളൊരു ബെഡ്റൂം നമ്മൾ പണിഞ്ഞു. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ പ്രധാന ഡോർ എവിടെ വരാം. ഈ വടക്ക് വശത്തെ വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോർ വരാം. പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് എവിടെ കൊടുക്കാം, അത് ഈ ഭാഗത്ത് കൊടുക്കാം. ഈ രണ്ട് ഡോറും ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ബെഡ്റൂം എവിടെ, കന്നിമൂലയിൽ ഗൃഹനാഥനും ഗൃഹനാഥയും. കുട്ടികൾക്കുള്ള ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഇവിടെ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ കൊടുത്തു. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ലിവിങ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ വീടിന് ഒരു വാസ്തുപരമായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഓരോ റൂമിലും കൊടുക്കുന്ന ഇതായി. ഇനി ഈ റൂമിലേക്ക് നമുക്കൊരു ഡോറ് കൊടുക്കണമെങ്കിൽ എവിടെ കൊടുക്കാം. ഈ റൂമിനെ നമ്മൾ എടുത്തപ്പോൾ ഇത് സൗത്ത്, ഇത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോഴത്തേക്കും നമുക്ക് ഡോറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ ഇവിടെ വരും, തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ വരും. അതല്ലെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ കൊടുത്താൽ എവിടെ വരും, വടക്ക് കിഴക്കിൻ്റെ കിഴക്കിൽ വരും. അപ്പോൾ ഈ ഭാഗത്ത് ഇഷ്ടപ്പെട്ടെടുത്ത് ഡോറ് കൊടുക്കാം. ഇത് രണ്ടും നല്ല സ്ഥലങ്ങളാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ വീടിനെയും നമ്മളത് മൊത്തത്തിൽ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. അതിൽ
ഓരോ ദിക്കുകളിൽ നമ്മൾ അതാത് സ്ഥാനം കൊടുക്കുക. അഗ്നികോണിൽ അടുക്കള കൊടുക്കുക, കന്നിയിൽ ബെഡ്റൂം കൊടുക്കുക, വായു കോണിൽ കുട്ടികൾക്കുള്ള ബെഡ്റൂം കൊടുക്കുക, ഈശാന കോണിൽ സിറ്റ് ഔട്ടും ലിവിങ് റൂമും കൊടുക്കുക. ക്ലോസറ്റ് ഇത് കണക്ക് വടക്കോ തെക്കോ നോക്കിയിരിക്കുന്ന രീതിയിൽ കൊടുക്കുക. കട്ടിൽ തെക്കോട്ടോ കിഴക്കോട്ടോ തല വെച്ച് കിടക്കുന്ന രീതിയിൽ കൊടുക്കുക. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് പിന്തിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിൽ ഇവിടെ തന്നെ കൊടുക്കാം. കട്ടിലാകുമ്പോഴത്തേക്ക് കിഴക്ക് തല വെച്ച് കിടക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീടുകൾ അറേഞ്ച് ചെയ്യാം. അത് നമുക്കിപ്പോൾ ഇവിടെ ഇതിനകത്തൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രം കടന്നു പോകുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനാണ് യഥാർത്ഥത്തിൽ സൂത്രം പോകുന്നത്. അപ്പം ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഇതിനകത്ത് നിർത്തി ടോയ്ലറ്റ് പണിയാം, അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇത് നമുക്ക് ഒരു സ്റ്റോർ റൂം ആക്കി എടുക്കാം. സ്റ്റോർ റൂമിനകത്ത് ഇവിടെ ഒരു ഡോറ് കൊടുക്കാം, ഇവിടെ ഒരു വിൻഡോയും കൊടുത്ത് അതങ്ങനെ അങ്ങ് സൂത്രം കടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ അത് യമസൂത്രമാണ്. വടക്ക് ദർശനമായ വീടുകളുണ്ട്, യമസൂത്രമാണ്. ബ്രഹ്മസൂത്രം കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ സിമ്പിളാണ്, ഈ രീതിയിൽ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ വീടിൻ്റെയും വാസ്തു നോക്കി കറക്റ്റ് ചെയ്യാം. അതിൻ്റെ പ്രധാന ഡോറിൻ്റെ സ്ഥാനം, പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ സ്ഥാനം, ഓരോ മുറിയുടെയും ഡോറിൻ്റെ സ്ഥാനം, സ്റ്റൗ എവിടെ, സിങ്ക് എവിടെ, കുട്ടികൾക്കുള്ള ബെഡ്റൂം എവിടെ, ഗൃഹനാഥൻ്റെ ബെഡ്റൂം എവിടെ, അതിലെവിടെ തലവെച്ച് കിടക്കണം, സ്റ്റൗവിൽ എങ്ങോട്ട് നോക്കിയിരുന്ന് പാചകം ചെയ്യണം, ക്യാഷ് അലമാര എങ്ങനെ വെക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്കിതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ടൂളും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വാസ്തു ഈ പറയുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ ഒരു വീട് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് പൊളിക്കാനോ മറ്റിനോ ഒന്നിനും പറ്റില്ല. ഒന്നുകിൽ സാമ്പത്തികം കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വെച്ച വീടാണ്, ഇനി അതിനൊരു മാറ്റിപ്പണി നിങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ അവിടെയാണ് ചൈനീസ് വാസ്തു ഫെങ്ഷുയുടെ പ്രാധാന്യം. ഇപ്പോൾ അവൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ആ ഓരോ ദിക്കുകളും ഭരിക്കുന്ന ഓരോ മൃഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ദിക്കിൻ്റെ എനർജി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഓരോ ടൂളുകളുണ്ട്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഡ്രാഗണാണ്. ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് വെക്കാവുന്ന ഒരു കാര്യമാണ്. ഈ 4 സ്വർഗീയ മൃഗങ്ങൾ ചൈനയുടെ വിശ്വാസപ്രകാരം കിഴക്ക് ദിക്ക് ഒരു പച്ച ഡ്രാഗൺ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. തെക്ക് ദിക്കെന്ന് പറയുന്നത് ഒരു ഫീനിക്സ് ബേർഡ്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നമുക്കുള്ളൊരു ശക്തി ഈ ഫീനിക്സ് ബേർഡ് തരുമെന്നുള്ളതാണ്. പടിഞ്ഞാറ് വന്നിട്ട് ഒരു വൈറ്റ് ടൈഗർ. പടിഞ്ഞാറ് ദിക്കിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പടിഞ്ഞാറ് ഒരു വൈറ്റ് ടൈഗർ. വടക്ക് ദിക്ക് ഒരു ടോട്ടോയ്. വടക്ക് ദിക്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവാനും. അപ്പോൾ ഈ 4 സിമ്പിൾസ് സ്വീകരണമുറിയുടെ കറക്റ്റ് സ്വീകരണമുറി നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വീകരണമുറി എടുക്കുക, സ്വീകരണമുറിയുടെ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് കണ്ടുപിടിക്കുക, അതാത് സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്യുക. ഉറപ്പായിട്ടും ഒരു 21 ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്കൊരു മുന്നോട്ടുള്ള നീക്കം ഉണ്ടാവാനായിട്ട് ഈ 4 സ്വർഗീയ മൃഗങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.